കോഴിക്കോട് ബീച്ച് ഫയർ സ്റ്റേഷനിലെ അവസാന യൂണിറ്റ് മീൻചന്തയിലേക്ക് മാറ്റി. ബീച്ചിലെ ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന കെട്ടിടത്തിൽ അപകട ഭീഷണി നേരിട്ടാണ് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ഇതുവരെ കഴിഞ്ഞത്. താൽക്കാലികമായി പ്രവർത്തിക്കാൻ കെട്ടിടം തേടി ഏറെ അലഞ്ഞെങ്കിലും നിരാശയായിരുന്നു ഫലം. നഗരത്തിൽ വിളിപ്പാടകലെ നിന്നും ഒടുവിൽ ഫയർ യൂണിറ്റ് ഒന്നടങ്കം മീൻചന്ത ഫയർ സ്റ്റേഷനിലേക്കാണ് മാറിയത്. ബീച്ചിലെ പഴകി ദ്രവിച്ച ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന കെട്ടിടത്തിലാണ് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ഇതുവരെ കഴിഞ്ഞത്. താൽക്കാലികമായി പ്രവർത്തിക്കാൻ കെട്ടിടം തേടി കോർപ്പറേഷൻ അധികൃതർ അടക്കമുള്ളവരുടെ പിന്നാലെ നടന്നിരുന്നു. ഒടുവിൽ സ്റ്റേഡിയത്തിൽ മുറി അനുവദിച്ചു കിട്ടിയെങ്കിലും ഫുട്ബോൾ അസോസിയേഷന്റെ എതിർപ്പ് കാരണം അതും മുടങ്ങി. കഴിഞ്ഞ തുടർച്ചയായ വർഷങ്ങളിൽ നടന്ന തീപിടുത്തങ്ങൾ നമ്മളെ കണ്ണു തുറപ്പിക്കുന്നതാണ്. എന്നിട്ട് പോലും നമ്മുടെ ഭരണാധികാരികൾ കണ്ണു തുറക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കാരണം ഇത് ഇവിടെ നിലനിർത്താൻ അടിയന്തര പ്രാധാന്യത്തോടെ അടുത്ത വർഷം തന്നെ ഇവിടെ കെട്ടിട സമുച്ചയം കൊണ്ടുവന്നുകൊണ്ട് പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും മന്ത്രിതലത്തിൽ നമ്മൾ ചർച്ച നടത്തി വന്നിട്ട് ഇപ്പോൾ കോർപ്പറേഷൻ സ്റ്റേഡിയം തരാൻ പറ്റില്ല എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് മറുപടി മേയർ പറയണം. കാരണം അവിടെ ഫുട്ബോൾ മത്സരം ഒന്നും നടക്കുന്നില്ല, പറയുകയല്ലാതെ മത്സരങ്ങൾ വരുന്നില്ല. കാരണം എന്താ, ഗ്രൗണ്ട് ആകെ താറുമാറായി കിടക്കുക. അഗ്നിരക്ഷാ സേന യൂണിറ്റിന്റെ സാന്നിധ്യം ഇല്ലാതാകുന്നതോടെ നഗരം വലയും. പുതിയ ഫയർ സ്റ്റേഷന് ഫണ്ട് പാസ്സായെന്ന് പ്രഖ്യാപനമുണ്ടെങ്കിലും എന്ന് നടപ്പാകുമെന്ന കാര്യത്തിൽ ഒരു വിവരവുമില്ല. കല്ലുത്താൻ കടവിലെ വ്യാപാര സമുച്ചയത്തിൽ ഇടം നൽകാൻ അഗ്നിരക്ഷാ സേനാ ഉദ്യോഗസ്ഥർ കോർപ്പറേഷൻ അധികൃതരോട് അഭ്യർത്ഥിച്ചിരുന്നു. അതും നടന്നിട്ടില്ല. 52 പേരുണ്ടായിരുന്ന ബീച്ച് ഫയർ സ്റ്റേഷനിൽ നിലവിൽ 25 പേരാണുള്ളത്. ഇവർ പൂർണ്ണമായും മീൻചന്തയിലേക്ക് മാറില്ല, മറ്റു ഫയർ സ്റ്റേഷനിലേക്ക് വിന്യസിക്കേണ്ടി വരും. തീപിടുത്തമോ മറ്റ് അപകടങ്ങളോ ഉണ്ടായാൽ നിമിഷങ്ങൾക്കകം ബീച്ച് സ്റ്റേഷനിൽ നിന്നും അഗ്നിരക്ഷാ സേന എത്തിയിരുന്നു. ഇനി അവർ മീൻചന്തയിൽ നിന്നെത്താൻ ഇരട്ടിയിലധികം സമയമെടുക്കുമെന്നത് ആശങ്ക ഉയർത്തുന്നതാണ്. ഒരപകടമെത്തുമ്പോൾ ആദ്യം ഓടിയെത്തേണ്ടവർ അഭയത്തിനു വേണ്ടി മറ്റൊരു സ്ഥലത്തേക്ക് ഓടിയൊളിക്കേണ്ട അവസ്ഥയിലാണ്. ബീച്ച് ഫയർ സ്റ്റേഷൻ ഇനി എവിടേക്ക് മാറ്റുമെന്നുള്ള ആശങ്കയാണ് ഉയരുന്നത്. ക്യാമറമാൻ KP ഷൈജുനോടൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്.